കാറ്റും കോളും നിറഞ്ഞ സിനിമ എന്ന മഹാസാഗരത്തിൽ തൻ്റെ വഞ്ചി ആടി ഉലയാതെ തുഴയുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വേറെ ആരുമല്ല, ശ്രീമാൻ മുട്ടത്തറ വിനോദ്. സ്വാഗതം സാർ. നമസ്കാരം. ഓടപ്പൂവിനെന്തോണം എന്ന സാറിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിനായി പ്രേക്ഷകർ ഒന്നടങ്കം ഒരു കൊല്ലമായി കാത്തിരിക്കുക. എവിടം വരെയായി സാർ ആ ചിത്രത്തിൻ്റെ ജോലികൾ? അത് വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നു. ഒന്നിട്ട് ചെറിയ മിനുക്ക് പണികളുണ്ട്. സ്ക്രിപ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം, പറ്റിയൊന്ന് ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റിങ്, ഡബിങ് അങ്ങനത്തൊക്കെ ഉണ്ട്. മിക്കവാറും അടുത്ത ഓണത്തിനാണ് തിയേറ്റർ. സാർ, ആ കഥയെപ്പറ്റി എന്തെങ്കിലും കൂടെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു ലീക്കാവും നല്ല പേടിയുണ്ട്. ലീക്കായാലും ഇപ്പോൾ സാർ എടുക്കും പോലെ അത് ആർക്കും എടുക്കാൻ പറ്റില്ല സാർ. അതില്ല എനിക്ക് പറയാം. ഇതൊരു സർവൈവൽ ഇമോഷണൽ ത്രില്ലറാണ്. ഓടപ്പൂവിനെന്തോണം. ഒരു തിരുവോണ ദിവസം ദാഹിച്ച് വലഞ്ഞ ഒരാൾ ഒരു കടയിൽ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങി അതിങ്ങനെ പൊട്ടിച്ച് ആ ബോട്ടിൽ വേസ്റ്റ് ബിന്നിലേക്ക് ഉപേക്ഷിക്കുക. എന്നിട്ട് അതാണ് കഥ. സാർ സാർ ഇതെല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് കണ്ടല്ലേ ഉള്ളൂ. അയ്യോ, 2-3 മിനിറ്റ് കണ്ടന്റിന് വളരെ കൂടുതലാണ്. അത്രയൊന്നും വേണ്ട സിനിമ ഉണ്ടാക്കാൻ. ഇതിനെ നമ്മൾ വലിച്ചു നീട്ടി 2.5 മണിക്കൂറാക്കണം. അതാണ് ഡയറക്ടോറിയൽ ട്രീറ്റ്മെന്റ്. എൻ്റെ വിഗിൻ്റെ ഇവിടെ ഈ ഗ്യാപ്പ് കാണാമോ? ഇല്ല സാർ, അത് ഈ ആക്സസ് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് റെഡിയാക്കി സാർ. ബട്ടൺ സാർ കുഴപ്പമില്ല. തുടങ്ങാം. എ ഗുഡ് ഡയറക്ടർ മസ്റ്റ് ബി എ ഗുഡ് റീഡർ. ഒരു നല്ല സംവിധായകൻ ഒരു നല്ല വായനക്കാരനായിരുന്നു. അതായിരിക്കണം. എങ്ങനെയാണ് സാറിൻ്റെ ഒരു വായനയുടെ രീതി? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പ്രിഫർ ചെയ്യുന്ന ബുക്സ്, ഓതേഴ്സ്, അങ്ങനെ ആരെങ്കിലും? ലിറ്ററേച്ചർ അല്ലേ? അതെ, ലിറ്ററേച്ചർ. ഞാൻ പൊതുവേ അങ്ങനെ മറ്റുള്ളവരുടെ വർക്കുകൾ വായിക്കാറില്ല. ഇല്ല. നിലവാരമുള്ള എന്തെങ്കിലും വായിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ എഴുതും, ഞാനത് വായിക്കും. സാർ, മലയാളം സിനിമ ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി രംഗം എടുക്കാം, അല്ലെങ്കിൽ എഡിറ്റിംഗ് രംഗം എടുക്കാം. തരക്കേടില്ല. സാറിൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഒരു വിമർശനമായിരുന്നു. മലയാള സിനിമയിൽ VFXന്റെ നിലവാരം വളരെ കുറവാണെന്ന് സാർ പറഞ്ഞു. എന്തോന്നു? VFX, വിഷ്വൽ എഫക്ട്സ്. സാർ, ഈ ഗ്രാഫിക്സ് അത് ഞാൻ പറഞ്ഞതാണ്. ഈ ഇംഗ്ലീഷ് സിനിമയിൽ നല്ല ഗ്രാഫിക്സ് ആണല്ലോ, മലയാളത്തിൽ മാത്രമല്ല ഇത്ര മോശം. സാർ, ഒരു പക്ഷേ അവരുടെ ബഡ്ജറ്റ് വളരെ കൂടുതൽ. അതൊന്നുമല്ല. ഇതിപ്പം ഹോളിവുഡ് സിനിമയാണെങ്കിലും ഒരു കമ്പ്യൂട്ടറും കുറച്ച് ആളുകൾ വരുന്നല്ലേ ഇത് ഉണ്ടാക്കുന്നു. ഇവിടുന്ന് ആൾക്കാരെ കിട്ടുന്നില്ല. അത് പച്ച തുണി വാങ്ങിക്കാൻ കാശില്ലേ? ഇത് മടി, മലയാളിക്ക് പണ്ടേ ഉള്ള മടി. ഇത് ചുമ്മാ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ വെറുതെ യൂസ്ലെസ് എക്സ്ക്യൂസ്. സാർ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം. സാർ, ഇപ്പോൾ ധാരാളം OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് സിനിമയെ വെല്ലുന്ന ധാരാളം കണ്ടന്റുകൾ വരുന്നു. വെബ് സീരീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകൻ ഇനി തിയേറ്ററിൽ പോകണ്ടെന്ന് വിചാരിക്കുക. അവർ വിചാരിക്കുകയാണ് നമുക്ക് വീട്ടിൽ ഇരിക്കാം, നമുക്ക് ഓൺലൈനിൽ കാണാന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി സാറിന് അപ്പൊ അങ്ങനെ മാറും. ഈ ഓൺലൈനിൽ സിനിമ കാണിക്കുമ്പോൾ ഒരു മണ്ടത്തരം വേറില്ല. അത് മലയാളം ഇൻഡസ്ട്രിയെ തകർത്ത് കളയും. അതായത് നമ്മളൊരു സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രീതി എങ്ങനെയാണ്? കള്ള മാർക്കറ്റിംഗ് ചെയ്ത് പ്രേക്ഷകനെ നമ്മൾ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ എത്തിക്കണം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ലോക്കാണ്. അല്ലാതെ നമ്മൾ ഇവന്റെ വിരൽത്തുമ്പിൽ സിനിമ കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അടിച്ചടിച്ച് കണ്ട് ഈ പടം പൊട്ടപ്പടമാണെന്ന് മനസ്സിലാക്കി കളയും. ദാറ്റ്സ് ടു റിസ്കി. ഓപ്പൺ ആവണം, നല്ല നാച്ചുറൽ ആവും. അപ്പോ ഇതുവരെ ഒരു സിനിമ പോലെ റിലീസ് ചെയ്യാൻ പറ്റാത്ത, സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത നീ ആരടാ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ സാർ, അവരോടുള്ള സാറിന്റെ ഒരു മറുപടി? വിമർശകർ പേടിച്ചു പോയി. അവരോടിപ്പോ എന്ത് പറയാൻ? ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ സിനിമ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ മരിച്ചവരെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മരിക്കണ്ടേ? അങ്ങനൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ ആണ് സാറിനോട് ചോദിക്കാറുണ്ട്. എന്താണ്? ഈ ചോദ്യത്തെ സാർ എന്തായാലും ഞെട്ടും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ്. ഞെട്ടിക്കൂ, നോക്കട്ടെ. മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഡേറ്റ് ഒരുമിച്ച് കിട്ടിയെന്ന് അറിഞ്ഞല്ലോ സാർ? അറിഞ്ഞല്ലേ? അറിഞ്ഞു. എങ്ങനെ സാർ? ഞങ്ങൾ മീഡിയക്കാരല്ലേ സാർ? എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയാവൂ ഇത്. സാർ, ആ പ്രോജക്റ്റിനെ പറ്റി ഒരു 2 വാക്ക്. നിർത്തടേ, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. കുറച്ച് പ്രാന്ത് കുറവുണ്ടെന്ന് വിചാരിച്ചാണ് നിന്നെയൊക്കെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത്. ഇപ്പൊ അട്ടഹാസം അല്ലേ? ഡോക്ടറിന്റെ ഡ്രസ്സ് വിട്ട് രണ്ടും കൂടെ സെല്ലിപ്പോ. ഇനി കുറച്ച് ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. കുറച്ച് ഇപ്പൊ തലയടിച്ച് പൊളിക്കും ഞാൻ. ഷോക്കടിപ്പിക്കണോ നിന്നെയൊക്കെ? വേണ്ട, ഷോക്ക് വേണ്ട. താഴെ പോയിട്ട് നീയൊക്കെ എന്താ വെച്ചോ?